അനന്തശയനം എന്ന് പറഞ്ഞൊരു പൂവുണ്ടല്ലോ, ആ പൂവ് ഈ പൂവ് തമ്മിലൊരു മാറ്റവും തോന്നുന്നില്ല. ഈ ഡ്രാഗൻ്റെ പൂവും ഈ അനന്തശയനം എന്ന് പറഞ്ഞൊരു പൂവുണ്ട്, അത് ഒരേപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡെബൊക്കെ ചിദംബരം. അപ്പോൾ സുഹൃത്തുക്കളെ, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ തന്നെ വാർപ്പിൻ്റെ മുകളിൽ വന്നപ്പം നമ്മളെ ഡ്രാഗണൊക്കെ നല്ലോണം വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പരാഗണം ചെയ്യാൻ പോകാം. നല്ല കാലാവസ്ഥ, മഴ തീരെയില്ല. കണ്ടോ, ഒരുപാട് പൂവുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് പരാഗണം ചെയ്യുന്ന എല്ലാവർക്കും അറിയായിരിക്കും. ഇത് കണ്ടോ, ഈ പൂവിലേക്ക് ഈ പൊടികൾ എടുത്തിട്ടിട്ടാണ് ചെയ്യുന്നത്. ഈ പൂവിലേക്ക് ഈ പൊടികൾ എടുത്തിട്ടാണ് ചെയ്യുന്നത്. വലിയ കായ കിട്ടും. അപ്പോൾ അതൊന്ന് ചെയ്യാൻ വേണ്ടി പോവാണ്. ഡ്രാഗൻ്റെ ഈ പൂവ് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അതായത് നല്ല ചെറിയൊരു സ്മെല്ലും ഉണ്ടാവും. ഈ വൈറ്റ് കളറിൽ തന്നെ കാണുമ്പോൾ നമുക്ക് വല്ലാതൊരു മനസ്സിലൊരു പ്രത്യേക സുഖവുമാണ്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. നല്ലൊരു കാലാവസ്ഥ. അപ്പോൾ അതുകൊണ്ടാണ് ഈ രാവിലെ തന്നെ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നത്. മഴ പെയ്യുകയാണെങ്കിൽ ഇതെല്ലാം കൂമ്പിയും കഴിഞ്ഞ് പോവും. നമുക്ക് ഓട്ടോമാറ്റിക് നമുക്കിത് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരും. അനന്തശയനം എന്ന് പറഞ്ഞൊരു പൂവുണ്ടല്ലോ, ആ പൂവ് ഈ പൂവ് തമ്മിലൊരു മാറ്റവും തോന്നുന്നില്ല. ഈ ഡ്രാഗൻ്റെ പൂവും ഈ അനന്തശയനം എന്ന് പറഞ്ഞൊരു പൂവുണ്ട്, അത് ഒരേപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങളെ അഭിപ്രായം എന്താ വെച്ചാൽ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം ഈ പൂക്കൾ കാണുമ്പോൾ അങ്ങനെ തന്നെ എനിക്ക് ഫീൽ ചെയ്യുക. രണ്ട് പൂക്കളും ഒരേപോലെ. പക്ഷേ അനന്തശയനം രാത്രി 12 മണിക്ക് കറക്റ്റ് വിരിയും. അതേപോലെ തന്നെയാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൂവും ഒരു 6-7 മണിയാകുമ്പോഴേക്കും വിരിയും. പക്ഷേ രാവിലെ എത്ര വരെ നിൽക്കാറില്ല അനന്തശയനത്തിന് പോയി. ഇതൊരു 7-8 മണി വരെ ഇതേപോലെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്ന് മഴ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്ത് ഇതിന്ന് പരാഗണം ചെയ്യാൻ പറ്റിയത്. ഞാനൊന്ന് പരാഗണം ചെയ്യുന്ന കാണിക്കാം. ഈ പൂവിൻ്റെ ഉള്ളിലുള്ള പൊടി നമ്മൾ ചെറിയൊരു പാത്രത്തിലേക്ക് തട്ടി മാറ്റുക. അങ്ങനെ മാറ്റി കിട്ടുന്ന പൊടി നമ്മൾ അതിൻ്റെ ഉള്ളിലൊരു പൂവ് ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ, നമുക്ക് ഇത്ര പൊടി കിട്ടിയിട്ടുണ്ട് ആ ഒരു പൂവിൽ നിന്ന്. അത് നമ്മൾ സെയിം പൂവ് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ആ നടുക്കുള്ള ചെറിയ പൂവിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കും. അപ്പോൾ അതിലേക്ക് അത് ഇങ്ങോട്ട് ഉള്ളിലേക്ക് പോയി കഴിയുമ്പം നല്ല വലിയ കായകളായിരിക്കും നമുക്ക് ഉണ്ടാവുക. അതിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിലും ഞാൻ തൊട്ട് മുന്നേ ചെയ്ത വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഞാൻ കായ പറിച്ചത്. ആ ഒരു വലുപ്പം കിട്ടുള്ളൂ. ഇതാണെങ്കിൽ നല്ല ഒരു 800-1 കിലോൻ്റെ അടുത്ത് വലിയ വലുപ്പത്തിലുള്ള കായകൾ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഇങ്ങനെ ചെയ്യാനുള്ള കാരണം. അപ്പോൾ ഓരോ പൂവും ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നല്ല കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കത് ചെയ്യാൻ പറ്റി. അങ്ങനെ ഓരോ പൂവും ചെയ്യുമ്പോൾ ഈ പൂക്കളിൽ നിന്നുണ്ടാകുന്ന കായകൾ നല്ല വലുപ്പത്തിൽ കിട്ടും. അപ്പം നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഭൂരിപക്ഷം ആളുകൾക്ക് അറിയുമെന്നൊന്നും അറിയില്ല. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വലിയതായി കിട്ടും. നമ്മൾ ഈ പൂക്കൾ കണ്ടില്ലേ, ഞാൻ പറഞ്ഞ അനന്തശയനം പൂവും പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ നമുക്കിത് കാണുമ്പോൾ തന്നെ. ഇത് പോരാ. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ ഇതേപോലെ വീട്ടിൽ കുഴിച്ചിട്ടിട്ട് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. നമുക്ക് ഒരുപാട് ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റും. അല്ലേ, ഒരുപാട് പൂക്കളുണ്ട്, മനസ്സിനൊരു സുഖമാണ്. അപ്പോൾ ഈ കൊച്ചുകൂടി ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, ബൈ.